സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തി ഗൈസ്. നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിലും കണ്ടില്ലല്ലേ? ഞാൻ പോയിട്ട് കണ്ടിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് അത് കണ്ടിട്ട് എന്തെങ്കിലും കണ്ടിട്ട് ഇത് വന്ന് കണ്ടാൽ മതി. എന്തായാലും നമ്മളിന്ന് നിങ്ങൾക്കറിയാത്തൊരു കാർ അടിച്ചു മാറ്റാൻ പോകുന്നത് എനിക്കറിയാം. അതിന് മുമ്പൊക്കെ റിയ ഷിൻചാൻ പിഞ്ചൻ്റെ അടുത്തും പറയാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് റിയ ഷിൻചാൻ പിഞ്ചൻ്റെ സ്ഥലം വരെ പോയിട്ട് വരാം. ഓക്കെ ഫ്രാങ്ക്ലിൻ. അങ്ങനെ നമ്മൾ റിയലും ചിഞ്ചാൻ്റെ പിഞ്ചൻ്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. ആ കാർ ഏതാ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ കമൻറ്റ് ചെയ്തിട്ടേക്ക്. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തില്ലേ? ഞാൻ പെട്ടെന്ന് ചെയ്തേക്ക്. എന്തായാലും നമുക്ക് നമ്മുടെ കളക്ഷൻ പോയി കണ്ടിട്ട് വരാം. എന്ത് പറയാനും നമ്മുടെ ഈ സീൻ കളിച്ചത് നമ്മുടെ JCB ഉണ്ട്, പിന്നെ BMW, ബുഗാട്ടി, പിന്നെ പണ്ടടിച്ചു വെച്ച കാറ് ഉണ്ട്, നമ്മുടെ റോൾസ് റോയ്സ് ഉണ്ട്. ഇതിൻ്റെ പുതിയ വേർഷൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത് ഗൈസ്. അത് നമുക്ക് എന്തായാലും ഈ സിറ്റി വരുമ്പോൾ അടിച്ചു മാറ്റണം. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ വരും. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ഓളിലേക്ക് വെച്ചേക്ക് കണ്ടാൽ. ഇതിന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ കളക്ഷനാണ്. എന്നിട്ട് ഇപ്പോഴത്തേന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് അടിച്ചു വെച്ച കാറുകൾ. നമുക്ക് എന്തായാലും നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. ദൈവമേന്ന് ടാസ്ക് കിട്ടല്ലേ എന്ന് പറഞ്ഞാണ് പോണത് തന്നെ. ടാസ്കിന് നല്ല പണി കിട്ടി. ഇന്ന് നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങും, ഡ്രൈവിംഗ് സ്കിൽസ് കാണിക്കാം ഗൈസ്. ഇവിടെ ഇടിക്കൽ. പക്ഷെ എൻ്റെ മോൻ എന്ത് പറയാൻ, എൻ്റെ കഴിവിനെക്കുറിച്ച് എനിക്ക് തന്നെ പ്രശംസിക്കാൻ തോന്നുന്നു. ഇല്ല ഞാൻ വലിയ സീനാന്നൊക്കെ അറിയാലോ. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് ആരെയും കൊല്ലാതെയൊക്കെ പോവാം. ആ ഡോറ് പോയി, ആ വെച്ചപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചടിച്ചേക്കില്ല. അങ്ങനെ എല്ലാം വിഷമവും തീർത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങിയിട്ട് വീഴ്ച മാത്രമേ ഉള്ളൂ. ഇറങ്ങി ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടെ കയറിക്കോ സ്റ്റെപ്പ്. താഴെ കിടന്ന് സോഫയിലും കിടന്നിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടി കയറി നോക്കാം. കയറാൻ പറ്റില്ലെങ്കിൽ താഴത്തുനിന്ന് ഫോൺ വിളിക്കാം. കയറി. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ്. കയറാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ ഗൈസ്. എടാ, നീ കാറിന്റെ ലൊക്കേഷൻ അന്വേഷിച്ചു തന്നല്ലേ? ആ കാറിന്റെ ലൊക്കേഷൻ നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ്. ടാസ്ക് ഞാൻ അടുത്ത വീക്കെൻഡിൽ തരാം. ഈ വീക്കെൻഡ് എനിക്ക് വേറെ പരിപാടിയിലുണ്ട്. പിന്നെ നിന്നെ പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ലൊക്കേഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് നമ്മുടെ BMW M5 അടിച്ചു മാറ്റാൻ പോയ പോലെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മളൊരു പോലീസുകാരനെ കൊന്നിട്ടുണ്ട്. അപ്പം ഈ വട്ടം പോലീസുകാരൻ ഉണ്ടാവില്ലെന്ന് തോന്നണേ. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി. അയ്യോ എൻ്റെ സ്ഥലം. അതിൻ്റെ ഉള്ളിൽ കയറി നേരെ ആക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറും? ഒറ്റ ചടത്തി കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ആക്കണം. നേരെ ആവണമല്ല. നമുക്ക് പ്രദീപിനെ വിളിക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ക്രെയിനൊക്കെ വിളിച്ച് നേരെ ആക്കിയിട്ടുണ്ട്. പ്രദീപിനെ വിളിച്ചാൽ ഡോറ് ശരിയാക്കിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഒറ്റ ചാട്ടി പുറത്തെത്തി. ഞാൻ വിചാരിച്ച മതിലുമ്പോൾ തങ്ങിയിരിക്കുന്നതാണ്. നമുക്കെന്തായാലും നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് പോവാം. നമ്മൾ പുതിയൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഷോർട്ട് കട്ട് ഇങ്ങനെ കയറി പോയാൽ മതി. വലിയ ഷോർട്ട് കട്ടൊന്നും അല്ല. എന്തായാലും ചത്ത് ആ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അല്ലെങ്കിൽ രാത്രി ആ പ്രേതം വന്ന് നിങ്ങളെ പിടിച്ച് തിന്നും. ഞാൻ വെറുതെ പറഞ്ഞാണ് ഗൈസ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി. ഇത്രയേ ഉള്ളൂ. ഇനി ഇറങ്ങി നമുക്ക് ആ പോലീസുകാരനെ പോയി സൂക്ഷ്മതമായി നിരീക്ഷിച്ച് കൊല്ലണം. മെഷീൻ ഗണ്ണെടുത്ത് കറക്റ്റായിട്ട് ഉന്നം പിടിക്കണം ഗൈസ്. തലക്ക് വെച്ച കുത്തടിക്കാം. ചത്ത് ഓടി വന്നാണ്ട് ഇപ്പം എന്നെ അടിച്ചിടുന്ന ചത്ത് കിടക്കാൻ നോക്കി. കാർ ഉള്ളിയില്ല കേട്ടോ. അപ്പം ഇവിടെ എവിടെയും ഉണ്ടാവും. പക്ഷെ എൻ്റെ മോനെ, ഇജാതി ഫെറാറിയാണ് കാറ്. ഇജാതി കാർ ഞാൻ കണ്ടിട്ടില്ല കേട്ടെ. എൻ്റെ ജീവിതത്തിൽ ഈ ബ്ലാക്ക് ഫെറാറി, ഇത്ര കിലോ ഫെറാറി കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. സോ ഗൈസ്, ഡൊമിങ്കോസ് പറഞ്ഞ പോലെ പോലീസ് എൻ്റെ വണ്ടി ഇടിച്ച്. അയ്യോ സാറേ, ഞാനാകെ ഒരാളെ കൊന്നിട്ടുള്ളൂ. ഞാൻ പിന്നെ ഒരു കാർ ഓടിച്ച് വെച്ചിട്ടുള്ളൂ. എന്താ എന്നോട് വല്ല വൈരാഗ്യമുണ്ടോ? ഒരു കാർ അടിച്ച് മാത്രം പിന്നെ ഒരാളെ കൊല്ലാനൊക്കെ കുറ്റമാണ്. അത് നിങ്ങൾക്ക് വിട്ടു തരാൻ വളരെ സ്ഥിരം ചെയ്യുന്ന പരിപാടിയല്ലേ ഇത്. ആരോട് പറയാം, അമ്മമാരെ കേൾക്കത്തില്ല. ഇനി അമ്മമാരെ കുറച്ചിട്ട് വട്ടം കളിപ്പിക്കണം. വട്ടം ഇട്ട് കളിപ്പിച്ചിട്ട് വേണം നമുക്ക് ശരിയാക്കി കൊടുക്കാൻ. കുറച്ച് നേരം ഞാൻ കളിപ്പിക്കും.
എന്നിട്ട് പോയില്ലെങ്കിൽ പിന്നെ സൈക്കോ മോഡിൽ കയറേണ്ട വരും ഗൈസ്. വെടി വെച്ച് എല്ലാത്തിനും അങ്ങോട്ട് തീർത്ത് കളയണം. ഇപ്പോഴും നമ്മുടെ സ്റ്റാർ ഇപ്പോഴും ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് കുറച്ച് വട്ടുകൾ പുറകിലത്തെ അതിപ്പോൾ ഊരി വരും. ഓ, സ്റ്റാർ പോയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കില്ലേ ഇതിൻ്റെ മേലെ കയറ്റി വെച്ചിട്ട് പ്രദീപിനെ വിളിച്ച് ഇതൊന്ന് ശരിയാക്കിപ്പിക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ആദ്യം പോലീസർ ഉണ്ടോ നോക്കട്ടെ. സ്റ്റാർ പോയാലും പക്ഷെ പോലീസർ നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും ഇറങ്ങിപ്പോയി നോക്കാം. ഉണ്ടോ പോലീസ്? ഇവിടെ പോലീസൊന്നും ഇല്ല. സോ ഗൈസ് നമുക്ക് ഫോൺ എടുത്ത് പ്രദീപ് വിളിക്കാം. പ്രദീപ് എൻ്റെ കാറിന് ശരിയാക്കി തരുമോ? ഓക്കെ. സോ ഗൈസ് നമ്മളെ കാർ ഇവിടെ ശരിയാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും കുട്ടപ്പനായിട്ടുണ്ട് നമ്മുടെ കാറ്. ഇനി നമുക്ക് നേരെ ഷിൻചാൻ്റെ പിഞ്ചാൻ്റെ അടുത്ത് പോയിട്ട് ഈ കാറൊന്ന് ഷോഫല്ല കാണിച്ചിട്ട് വരാം. ഇന്നലെ അവരെന്താ പറയുക, 2 ദിവസം പോയി ശല്യമാണെന്നാ. ഇന്നെല്ലാം തീർത്ഥാൾക്കാരുടെ ശല്യം. ഇന്നലെ കാർ കളക്ഷൻ കാണിച്ചിട്ട് ഞാൻ ചന്തിക്ക് പെടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ പോയി കണ്ടാൽ മതി. ഈ വട്ടം ഇവിടെ പാർക്ക് ചെയ്ത് വണ്ടികൾ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങാനും പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാൻ നല്ല പണിയാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ വല്ല വണ്ടിയിൽ ഇടിക്കുകയോ മുട്ടോ എന്തെങ്കിലും ചെയ്താൽ നല്ല വില കൂടിയ വണ്ടിയാണ്. പിന്നെ ഗോൾഡനൊക്കെയാണ്. ഇത് പറയാൻ ഞാൻ കുറച്ച് റിച്ചായെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ അടിച്ചു വച്ചുണ്ടാക്കിയാണ്. എന്തായാലും നമുക്ക് നേരെ പോയി ഷിൻചാൻ്റെ പിഞ്ചാൻ്റെ അടുത്തും ഈ കാറിൻ്റെ കാര്യമൊക്കെ കാറിൻ്റെ കാര്യമല്ല താഴത്തേക്ക് വരാൻ പറയാം. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷിൻചാൻ പിഞ്ചാൻ പെട്ടെന്ന് താഴത്തേക്ക് വരൂ. ഓക്കെ ഫ്രാങ്ക്ലിൻ, ഞങ്ങളതാ വരുന്നു. പിഞ്ചാൻ്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അത് താഴത്തേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആ കാറിൻ്റെ അടുത്ത് പോയി നിൽക്കണം. നിന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഇപ്പം വിചാരിക്കണേ. കാറിൻ്റെ അടുത്ത് നിന്നിട്ട് പ്രദീപാണ് ശരിയോ ഞാൻ നോക്കണ പ്രദീപാണ് ശരിയാക്കുക. എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ കണ്ണയിൽ നിന്ന് കാശ് മേടിക്കാം. ഇവിടെ വെയിറ്റും ചെയ്യാം അവർക്ക്. സോ ഗൈസ് അങ്ങനെ നമ്മൾ പിഞ്ചാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഷിൻചാൻ പിഞ്ചാൻ എങ്ങനെയാണ് പുതിയ ഫെറാറി? ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതല്ലേ. Thank you guys. Thank you for your appreciation. So guys, പിഞ്ചാൻ നമ്മൾ കാർ ഇഷ്ടമായിട്ടത്. നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ കാറിൻ്റെ ബാക്കി വേർഷനൊക്കെ അടിച്ചു വെച്ചാൽ ആ വീഡിയോ എന്തായാലും വരും. അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓണിലേക്ക് വെച്ചേക്കാം. അപ്പോഴേക്കും ഞാൻ തിരിച്ച് കയറട്ടെ.